ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെയൊന്നുമല്ല, ഗേൾസിൻ്റെ സൈക്കോളജി എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏകദേശം 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗേൾസിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും. അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് ഇങ്ങനെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് വിഷമിച്ച് നടക്കും. എന്നിട്ടായിരിക്കും അവരുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം പോകത്തുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കി. അങ്ങനെ വഴക്കുണ്ടാക്കിയ സമയത്ത് നിങ്ങൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് അവരോട് പറയുകയാണ്. അങ്ങനെ പറയുന്ന ആ ഒരു വാക്ക് നിങ്ങളത് പറഞ്ഞു അവിടെ വിട്ടു അങ്ങ് പോയി. പക്ഷേ ആ ഒരു കേൾക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ അത് 2-3 ദിവസം ഇങ്ങനെ കിടക്കും. എന്നിട്ട് രാത്രിക്ക് ഇപ്പോൾ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്ന ഗേൾസ് ആണെങ്കിൽ അതിങ്ങനെ രാത്രിക്ക് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് അങ്ങനെയായിരിക്കും അവരുടെ 2-3 ദിവസം എന്ന് പറയുന്നത് പോകുന്നത്. അത്രയും സെൻസിറ്റീവാണ് ഗേൾസ് ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അതിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത് ഒരു 3-4 ദിവസം. എന്നിട്ട് അത് ഓർത്തിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് പൊതുവെ എല്ലാ ഗേൾസും ചെയ്യുന്ന ഒരു കാര്യം. ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും റിക്കവർ ആകാൻ വേണ്ടിയിട്ട് ഗേൾസ് ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോയ്സിന് അതൊക്കെ ചിലപ്പോൾ ഒരു ഫീലിംഗ് കണ്ടു പോകുന്ന ആ ഒരു രീതിയിലായിരിക്കും അവരെടുക്കുക. പക്ഷേ ഗേൾസ് അതിങ്ങനെ കുറേ നാളിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് വിഷമിച്ച് നടക്കുന്നവരായിരിക്കും പെൺകുട്ടികൾ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും. അതിപ്പോൾ നിങ്ങളൊരു വഴക്കുണ്ടാക്കിയാൽ അതാണേലും മതി, അതിങ്ങനെ കുറേ നാൾ, ഇപ്പോൾ വലിയൊരു വഴക്ക് നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് 2-3 ദിവസമൊക്കെ മിണ്ടാതിരുന്നു, ആ ഒരു കാര്യം ചിലപ്പോൾ അവർ മാസങ്ങളോളം ഇങ്ങനെ ഓർത്തിരുന്ന് വിഷമിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഗേൾസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാക്സിമം ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രഹസ്യമാണ്. അതായത് എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലേ, പെൺകുട്ടികൾക്കൊന്നും രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതൊരു പരിധിവരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്, റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർ, അവരുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു സീക്രട്ടൊക്കെ അവരോട് പറയും. എന്നിട്ട് പറയും, ഈ ഒരു കാര്യം നീ വേറെ ആരോടും പറഞ്ഞേക്കല്ലേ. അപ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ പറയത്തില്ല. എന്നിട്ട് നേരെ ഓടി ചെല്ലുന്ന ഇവരുടെ ഒരു പാർട്ട്ണറിൻ്റെ അടുത്തേക്കായിരിക്കും. എന്നിട്ട് ആ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അവരുടെ പാർട്ട്ണറുമായിട്ട് അവർ ഷെയർ ചെയ്യും. അതുകൊണ്ട് രഹസ്യം സൂക്ഷിക്കുന്ന കാര്യത്തിൽ പെൺകുട്ടികൾ കുറച്ചങ്ങോട്ട് പുറകോട്ടാണ്. എന്നാൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരും, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനത്തെ രഹസ്യങ്ങളൊക്കെ പൊതുവെ ആരോടും പറയാൻ നടക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. ഒട്ടുമിക്ക ഗേൾസും ഇങ്ങനെയാണ്. അതായത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊന്നാൽ പോലും അവർ ആരോടും പറയില്ല. അങ്ങനെ രഹസ്യം സൂക്ഷിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. എന്നാൽ പൊതുവെ പറയുമ്പോൾ പറയും, പെൺകുട്ടികൾക്ക് രഹസ്യമൊന്നും അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ല, കാരണം അവർക്കതെല്ലാം ഓപ്പണായിട്ട് ഒരാളോട് പറയണം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്മാർട്ടായിട്ടുള്ള ബോയ്സിനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗേൾസിന് ഒരു അട്രാക്ഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പ് ഉള്ളവരല്ല, റിലേഷൻഷിപ്പ് ഇല്ലാതെ നടക്കുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്ക് നല്ല സ്മാർട്ടായിട്ട് നല്ല വൃത്തിക്ക് നടക്കുന്ന ആൺകുട്ടികളോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നും എന്നാണ് പറയുന്നത്. ആൺകുട്ടികൾ വൃത്തിയില്ലാതെ നടക്കുകയല്ല എന്നല്ല ഉദ്ദേശിച്ചത്. എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ പാർട്ട്ണർ ഇങ്ങനെ ആകണം എന്നുള്ളൊരു സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലർക്ക് മുടി നീട്ടി വളർത്തുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് മുടി ഇല്ലാത്തവരെയാണ് ഇഷ്ടം. അങ്ങനെ ഓരോരുത്തരുടെ സങ്കല്പം അതനുസരിച്ചുള്ള ആൺകുട്ടികളെ അവർ കാണുമ്പോഴത്തേക്കും അവർക്ക് തോന്നും, ഇത് ഞാൻ തേടി നടന്ന ഒരു ആൺകുട്ടിയാണ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ബോയ്സിനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നും എന്നാണ് പറയുന്നത്. അതായത് അവരുടെ മനസ്സിൽ അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഒരു ആൺകുട്ടീനെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലൊരു അട്രാക്ഷൻ തോന്നും. എന്നാൽ ഈ ഒരു കാര്യം ആ അട്രാക്ഷൻ തോന്നുന്ന ആ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനോടോ ഒരിക്കലും അവർ ഷെയർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, വഴക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്ക് ദേഷ്യം വരുവാണെങ്കിൽ, അതായത് അവർക്ക് അങ്ങനെ പൊതുവെ ദേഷ്യമല്ല സങ്കടമായിരിക്കും വരിക. അഥവാ ഇനി പെട്ടെന്ന് ദേഷ്യം വരുവാണെങ്കിൽ ആ ദേഷ്യം പെട്ടെന്ന് തന്നെ മാറും എന്ന് ആരും വിചാരിക്കേണ്ട. പെൺകുട്ടികൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പതുക്കെ ടൈം എടുത്തിട്ടായിരിക്കും പോകത്തുള്ളൂ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, അവർക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് നല്ല ദേഷ്യം തോന്നുകയാണ്,
എന്നാൽ ഒരു അരമണിക്കൂറൊക്കെ അവർ ആ ഒരു ദേഷ്യം കാണിക്കും. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അവർ കാമായിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. എന്നിരുന്നാൽ പോലും ആ ഗേൾസിന്റെ മനസ്സിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം നിങ്ങളോട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. വഴക്കൊക്കെ കഴിയുമ്പോൾ പൊതുവെ ബോയ്സ് പോയി ചോദിക്കും, നിനക്ക് ഇപ്പം എന്നോട് ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സോറി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ പറയും. എന്നിട്ട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരിക്കലും ദേഷ്യമുണ്ട് എന്ന് പറയില്ല, ദേഷ്യമില്ല എന്നേ പറയത്തുള്ളൂ. പക്ഷെ അവളുടെ മനസ്സിൽ ആ ഒരു ദേഷ്യം നിങ്ങളോട് ഉണ്ടാവും. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് നല്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് 1-2 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ ഇതാണ് പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു 5 സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സിനും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ കൂട്ടത്തിയിട്ട് കളിയാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.